അതേ സ്ഥലത്ത് ചുണ്ടുവെച്ച് വെള്ളം കുടിച്ച് ലോകത്തെ പഠിപ്പിച്ച പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അങ്ങേയറ്റം സ്നേഹിക്കാനും ചേർന്ന് നിൽക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാവുക എന്ന് വലിയ പ്രാധാന്യമുള്ള സംഗതിയാണ്. വിശ്വാസമാത്രങ്ങൾ പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് സംഗതികൾ, ഒന്ന് സുഗന്ധമാണ്. സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ്. പിന്നെ വിശ്വാസമാത്രങ്ങൾ പറയുന്നത് ഭാര്യയോട് സംസാരിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ സംഗതി. ഭാര്യയോട് സംസാരിച്ചിരിക്കുക എന്നത് ഏറ്റവും സന്തോഷമുള്ള സംഗതിയാണ് എന്ന് പറയുന്നതാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമുക്ക് സംസാരിക്കാൻ നേരമില്ല, നമ്മുടെ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാൻ നേരമില്ല. ഫുള്ള് ടെക്നോളജിയും സോഷ്യൽ മീഡിയയും മൊബൈലും ലാപ്പുമായി ജീവിതം അങ്ങനെ പോവാണ്. ജീവിതം സ്പീഡ് പോയിക്കൊണ്ടിരിക്കുക. മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കാനോ ഒന്ന് വർത്താനം പറയാനോ സുഖല്ലേ എന്ന് ചോദിക്കാനോ നമുക്ക് നേരമില്ല. ഇങ്ങനെ നമ്മളാണ് മരിച്ചു പോകും. അപ്പോ നമ്മൾ പഴയ കാലത്ത് പറഞ്ഞാൽ ഇതൊന്നുമില്ല, എന്നാലും എന്തൊരു സ്നേഹമായിരുന്നു. കാണുമ്പോ സുഖല്ലേ എന്ന് ചോദിക്കും, ഒന്ന് കെട്ടിപ്പിടിക്കലുണ്ടാവും, ഒരു കയ്യൊടുക്കലുണ്ടാവും, പെരീത്ത വിവരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയും. ഇന്നിങ്ങനെ ഇമോജികൾ മാത്രമായിട്ട് നമ്മൾ ജീവിക്കുന്നത്. മൂത്താപ്പാനെ കാണുമ്പോൾ വേണ്ടിയിടില്ല, മൂത്താപ്പ വാട്സപ്പിൽ വരുമ്പോൾ നമ്മൾ ഇമോജി വിട്ടുള്ളൂ. ഇങ്ങനത്തെ ഒരു കൾച്ചറാണ്. അവിടുന്ന് വിട്ടിട്ട് അല്ലാഹു റസൂൽ പറയാണ്, ഭാര്യയോട് സംസാരിച്ചിരിക്കുക എന്നുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിക്ക് വലിയ ദൗത്യവും ലോകത്തിന് നബിയേക്കാളും വലിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ദൗത്യമുള്ള ആളില്ലല്ലോ, ഉത്തരവാദിത്തം ഉള്ള ആളില്ലല്ലോ. എന്നിട്ട് പോലും നബി ഭാര്യയോട് സംസാരിച്ചിരിക്കാൻ സമയം കണ്ടെത്തി എന്നുള്ളതാണ്. അതാണ് വലിയ വിഷയം. അതുകൊണ്ടാണ് ഖുർആൻ ഇറങ്ങിയത്. നിങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരേക്ക് പോകണമെങ്കിൽ അവിടെ വെറുതെ സംസാരിച്ച് സമയം കളയരുത്. കാരണം നബിക്ക് ഭാര്യമാരോട് സംസാരിക്കേണ്ടതുണ്ട് എന്ന് ഖുർആനിൽ നേരെ അല്ലാഹു ആയത്തിറക്കുകയാണ്. കാരണം നബിക്ക് ഭാര്യയോട് സംസാരിക്കേണ്ട ടൈമാണത്. അത് നമ്മൾ മിസ്സാക്കരുത്, അത് നഷ്ടപ്പെടുത്തരുത്. കാരണം അത് ഗൗരവമുള്ള വിഷയം. ഇന്നിപ്പോ 2 ദിവസത്തിന് ഗൾഫിൽ ലീവിലാണെങ്കിൽ പോലും ഭാര്യയോട് വർത്താനം പറയാൻ അങ്ങാടി പോയി അവിടെ ഓൽമേക്കുണ്ടാവും, വെറുതെ വർത്തമാനം ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ടൈം ഈ ചങ്ങായിമാരുടെ ഫുൾ ടൈം ലൈവിൽ സംസാരിക്കുന്ന ചങ്ങാമാരെ എങ്ങനെ വർത്താനം പറയും. ആ ഒരു 2 ദിവസത്തിന് വരുമ്പോൾ പോലും ഭാര്യയോട് സുഖല്ലേ പോലും ചോദിക്കാൻ അവർ കരുതിണ്ടാവില്ല. അപ്പൊ ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാകരുത്. ഭാര്യന്റെ പൊരുത്തം ഒരു ഭർത്താവിന് കിട്ടിക്കഴിഞ്ഞാൽ ആ ഭർത്താവ് രക്ഷപ്പെടാൻ അത് മതി. ഭർത്താവിന്റെ പൊരുത്തം ഒരു ഭാര്യയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗം